5 കാര്യങ്ങൾ രാത്രി ചെയ്യല്ലേ. പലരും ചെയ്തു പോകുന്ന കാര്യമാണ് ഇത്. 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി സംഭവിച്ചാലേ മാരക രോഗങ്ങളും ദാരിദ്ര്യവും നമ്മുടെ പിന്നാലെ വരും. ഭയങ്കര അപകടമാണ്. നമ്മൾ നോക്കുമ്പോൾ സില്ലി മാറ്റേഴ്സ്, ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇത് പതിവായി കഴിഞ്ഞാൽ അപകടമാണ്. രോഗങ്ങൾ വിട്ടുമാറില്ല. ദാരിദ്ര്യം ഇങ്ങനെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും. വല്ലാത്തൊരവസ്ഥയാണത്. ആ 5 കാര്യങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. അതുമാത്രമല്ല, മക്കൾ വരച്ച വരയിൽ നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ? റജബ് ഇങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അള്ളാഹു റജബിലും ഷാബാനിലും നമുക്ക് ബർക്കത്ത് ചെയ്ത് തരട്ടെ. റമളാനിലേക്ക് പടച്ചോനെ നീ ഞങ്ങളെ എത്തിക്കണേ അല്ല. റമളാനിന് മുമ്പ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ല. അപ്പോൾ അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടില്ലേ? ഇല്ലേ? മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ നിഅമത്തുകളേക്ക് എടുത്തു കളയാൻ കാരണമാവും. ചെറിയ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളാണേ, നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ നിഅമത്തുകളൊക്കെ എടുത്തു കളയാൻ കാരണമാവും. ഉദാഹരണം പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ചെയ്താൽ ഡെയിലി അങ്ങനെ പതിവാക്കുന്നവരാണെങ്കിൽ നമുക്ക് മാരക രോഗങ്ങൾ വരും. ദാരിദ്ര്യം വിട്ടുമാറൂല. എന്തൊക്കെ ചെയ്തിട്ടൊരു ബർക്കത്തില്ല. കച്ചവടത്തിൽ ബർക്കത്തില്ല, ജീവിതത്തിൽ ബർക്കത്തില്ല. സമാധാനം എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒരു 5 കാര്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. രാത്രി സമയത്ത്, പ്രത്യേകിച്ച് കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ, ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരക രോഗവും ദാരിദ്ര്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാമത്തേത് കിടക്കാൻ പോകാൻ നേരത്ത് വയറ് നിറച്ച് ഭക്ഷിക്കരുത്. നമ്മൾ ഫുഡ് കഴിക്കണം എന്തിനാ? പറയുമ്പോൾ അത് വയറ് നിറയാനല്ല, വിശപ്പ് മാറാൻ. വിശപ്പ് മാറുമ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തുന്നത് ആരാ? ഞാൻ ചോദിക്കട്ടെ, ചില ആളുകളുണ്ട്, അവർക്ക് ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ കുന്നുകൂട്ടിയെടുക്കണം. ഇത്തിരി ഇട്ടാൽ ഇതെന്തിനാ, അത് പൂച്ചക്ക് കൊടുക്കാനാ? ഇട്ട് ആവശ്യത്തിന് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു ചിന്തയില്ല. ചില ആളുകളിങ്ങനെ കുന്നുകൂട്ടി എടുത്തിട്ട് ഒരു 3/4 ഭാഗത്തുമ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആന ചിഹ്നം വിളിക്കുന്നത് പോലെ രേമ്പൊക്കെ വിട്ട് എന്നിട്ട് ബാക്കി കൊണ്ടുപോയി വേസ്റ്റ് ആക്കും. അല്ലെങ്കിലോ ഫുഡ് എടുത്തു പോയില്ലെന്ന് പറഞ്ഞ് കുത്തി നിറച്ച് തൊണ്ട വരെ എത്തിക്കും. അങ്ങനെ എന്നോട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടം വരെ എത്തി ഉസ്താദേ ഫുഡ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്തിനാ അത്? ആവശ്യത്തിനൊരൽപ്പം ആവശ്യത്തിന് ഇട്ടിട്ട് കഴിക്കുക. പിന്നെ വിശപ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും ഇടാമല്ലോ അല്ലേ? അപ്പോൾ വയറ് നിറച്ചുകൊണ്ട് ഒരിക്കലും കിടക്കപ്പായിലേക്ക് പോകരുത്. ഇപ്പോൾ ഇമാമിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മോഡേൺ സയൻസ് മാത്രമൊന്നുമല്ല. കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ, അതായത് ഭക്ഷണം കഴിച്ചിട്ട്, പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നടക്കുകയെങ്കിലും വേണം. കുറച്ചൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുക. കഴിച്ചൊട്ടനെ പോയി കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. അത് വളരെ പ്രതികൂലമായി, അത് നമുക്ക് പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കിന് പോലെയൊക്കെ കാരണമാവും. ഈ പെട്ടെന്ന് ഷുഗർ കൂടാൻ, ഡയബറ്റിക്സ് രോഗിയാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വയറ് നിറച്ച് ഭക്ഷിക്കുക. രാത്രി ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് അല്പം പോലും ശരീരം അനങ്ങാതെ നേരെ പോയി കിടന്നുറങ്ങാന്നൊക്കെ പറയേണ്ടത് എത്രയും പെട്ടെന്ന് ഡയബറ്റിക് ആകാനുള്ള വലിയൊരു കാരണം തന്നെയാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലിയിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടായില്ല. മുത്തനബി തങ്ങൾ എപ്പോഴും വളരെ നേരത്തെ, ഇശായിന് മുമ്പൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വിട്ട് ഒന്ന് നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഒരു 2-3 അടിയെങ്കിലും നടക്കാതെ പോയി കിടക്കല്ലേ മോനെ. അതൊക്കെ അങ്ങനെ തന്നെ, ഞങ്ങൾ 2-3 അടി, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു അല്പം ശരീരമൊക്കെ അനങ്ങിയിട്ടൊക്കെ വേണമെന്ന് കിടക്കാനായിട്ട്. അതുമാത്രമല്ല, ഈ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്ന ആളുകൾ രാത്രിയിലെ വയറ് നിറച്ചിട്ട് അതുപോലെ പോയി കിടന്നുറങ്ങിയാൽ നമ്മുടെ മനസ്സ് ഭയങ്കര പാറക്കല്ല് പോലെയാവും. ഒരു കാരുണ്യമില്ലാത്ത മനസ്സായി മാറുന്നതാണ്. അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാം. രണ്ടാമത്തെ എന്താണ്? രാത്രി ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്.
എവിടെയെങ്കിലുമൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും, വെള്ളം നല്ലോണം കുടിച്ചോ. വെള്ളം കുടിക്കാൻ എനിക്ക് സമയമുണ്ട്. നമ്മളിങ്ങനെ കുടം കമത്തുന്ന പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കമത്തി അങ്ങ് വിടരുത്. ചില ആൾക്കാരുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കണതാണ്. അങ്ങനെയൊന്നല്ല, ഇരുന്ന് സാവധാനത്തിൽ കുടിക്കണം. അത് സിപ്പ് ചെയ്ത് കുടിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും, 3 തവണയാക്കി കുടിക്കണം എന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും ആയിട്ട് സിപ്പ് ചെയ്യണം. അതിൽ കൂടുകയാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ വായിലുള്ള ഉമിനീരും ഒക്കെ ആയിട്ട് അലിഞ്ഞ് ചേർന്ന് പതിയെ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോകണം. ഒറ്റടിക്ക് പോയി ഇങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ വെള്ളം ഭയങ്കര ശക്തിയിൽ കുടിക്കുന്ന ആളുകൾക്ക് പൊണ്ണത്തടി ഉണ്ടാവുന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. വെള്ളം അങ്ങനെ ഒറ്റ വലിയ കുടിക്കുക, നേരെ പോയി അബ്ഡോമിനിൽ പതിക്കുക, അത് പൊണ്ണത്തടിക്ക് പോലും കാരണമാകുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വെള്ളം രാത്രിയിൽ വയറ് നിറച്ച് കുടിക്കാൻ പാടില്ല. ദാഹിക്കുകയാണെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. രാത്രിയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വയറ് നിറച്ച് കുടിക്കുന്നൊരു സ്വഭാവം അത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കരുത്, നമുക്കും ഉണ്ടാകാൻ പാടില്ല. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മളെ വലിയ രോഗികളാക്കും. മൂന്നാമത്തെ എന്താണ്? കിടക്കുമ്പോൾ നഗ്നരായി ഉറങ്ങരുത്. ബർക്കത്തൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. ഒരു ഡ്രസ്സും ഇല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എനിക്ക് തുണിയില്ലാണ്ട് കിടന്നാലും ഉറക്കം വരുള്ളൂ. ഓ, വല്ലാത്ത ജാതി പറച്ചിലാണ്. എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം, ലൈക്ക് ഫ്രീ ബേർഡ് അല്ലേ, അങ്ങനെ അങ്ങോട്ട് കിടക്കണം എന്നാണ്. എന്നിട്ട് ഇവന് ബേർഡിനെ പോലെയാണ് ജീവിക്കണത്. ഓരോരോ ഡയലോഗ്സ് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് ശീലിപ്പിക്കണം. ഒരിക്കലും വസ്ത്രങ്ങളൊന്നുമില്ലാതെ കിടത്തി ഉറക്കരുത്. അത് പിശാചിൻ്റെ സങ്കേതമായി മാറാൻ കാരണമാവും. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മൃഗങ്ങളെപ്പോലെ നിങ്ങൾ ഉറങ്ങരുത് എന്നാണ്. ഒന്നുമില്ലാണ്ട് അങ്ങനെ കിടന്നുറങ്ങാം. എന്തിനേറെ നിങ്ങൾ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴാണെങ്കിൽ പോലും പരിപൂർണ്ണ നഗ്നരായാലും മുകളിൽ ഒരു വിരിപ്പെങ്കിലും കുറച്ച് ഭാഗത്തുണ്ടാകൽ, ആ ഭാഗത്തേക്കൊരു പുതപ്പെങ്കിലോടൽ വളരെ നല്ലതാണെന്നാണ്. മനസ്സിലായില്ലെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണമാവും. നഗ്നരായി ഉറങ്ങിയാലേ ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി? ആ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് തീരെ വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുന്നത്, അതായത് ഇൻ്റർകോഴ്സിനൊക്കെ ശേഷം അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങുക, വസ്ത്രമൊന്നും ധരിക്കാതെ, അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ, ഒന്നും ധരിക്കാതെ വിവസ്ത്രരായി ഇങ്ങനെ തുറന്നിട്ട് കിടന്നുറങ്ങുക ഒരു ലജ്ജയുള്ള മുഅ്മിനിൻ്റെ സ്വഭാവമല്ലല്ലോ. അള്ള കാണൂലേ? അള്ള ഇപ്പം നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ കാണൂലേ? അതുപോലെ അല്ലല്ലോ ഇത്. ഒരു ലജ്ജ ഇല്ലേ നമുക്ക് വേണ്ടേ? അതുമാത്രമല്ല, നമ്മളങ്ങനെ നിൽക്കുന്ന പക്ഷം, അവിടുത്തെ വെളിവാക്കുന്ന പക്ഷം മലക്കുകളൊന്നും അവിടെ നിൽക്കില്ല. മലക്കുകൾ എന്നില്ലെങ്കിൽ പിന്നെ ശൈത്താന്മാരുണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആ ഇൻ്റർകോഴ്സിൽ ജനിക്കുന്ന കുഞ്ഞ് സ്വാലിഹാകുന്നത് പോലും സംശയമാണ്. പിശാചിൻ്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാവും. അപ്പം ദ്വായൊക്കെ മറക്കരുത് കേട്ടോ. അല്ലാഹുമ്മ ജന്നിബിനെ ഷെയ്ത്താന വ ജന്നിബി ഷെയ്ത്താന മറസക്കത്തന. ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ദ്വാ മസ്റ്റായിട്ട് ചൊല്ലണം, മറക്കരുത്. എല്ലാത്തിൻ്റെ ഇടയിൽ ഓർമ്മ വന്നാൽ ചൊല്ലാനും പാടില്ല, മനസ്സിൽ കരുതിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ബിസ്മീം ഈ ദ്വായൊക്കെ ആദ്യം, ഇടയിലൊന്നും പാടില്ലാത്തതാണ്. ഓക്കെ. അപ്പോൾ മക്കൾ നന്നാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന. ആ സമയത്ത് ഏത് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. അപ്പോൾ നഗ്നരായി കിടന്നുറങ്ങരുത്, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. ഇനി എന്താണ് നാലാമത്തേത്? കമിഴ്ന്ന് കിടക്കരുത്. കമിഴ്ന്ന് കിടക്കുക. ചില ആൾക്കാരാണ് ഒക്കെ വന്ന് കിടന്നാലോ ഉറങ്ങുള്ളൂ, ഒക്കെ വെറുതെ തോന്നലാണ്, മാറ്റിയെടുക്കണം. കമിഴ്ന്ന് കിടക്കുക എന്ന് പറയുന്നത് നരകാവകാശികളുടെ കിടത്തമാണ്, അവരുടെ കിടത്താണെന്ന് അള്ളാഹുവും റസൂലൊക്കെ പഠിപ്പിച്ചതെന്നാണ്. അള്ളാഹ്ക്ക് വെറുപ്പാണ്, മുത്തുനബിക്ക് വെറുപ്പാണത്. ആ ശീലം മാറ്റിയെടുക്കണം. പരമാവധി വലതുവശം ചരിഞ്ഞ് തന്നെ കിടക്കാൻ ശ്രമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇനി വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടർ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മലർന്ന് കിടക്കുന്നത് പോലും നല്ലതല്ല എന്നാണ്. കമിഴ്ന്ന് തീരെ കിടക്കരുത്, അത് മാറ്റിയെടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെന്ന് ശീലിപ്പിക്കരുത്. വലതുവശം ചെരിഞ്ഞ് മുത്തുനബി കിടന്നതുപോലെ ആ മനോഹരമായ സുന്നത്തെടുത്തുകൊണ്ട് കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ അള്ളാൻ്റെ തൃപ്തി ഉണ്ടാവും. അഞ്ചാമത്തെ എന്താണ്? തെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിനെ ഓർത്തുകൊണ്ട് കിടക്കാതിരിക്കുക. അത് വലിയ അപകടമാണ്. ചില ആൾക്കാരുണ്ട്, അതായത് ചില കൗൺസിലിംഗ് സെഷനിലൊക്കെ വരുമ്പോൾ ചിലർ പറയും, ഞാൻ ഉറങ്ങണമെങ്കിൽ എനിക്ക് മാസ്റ്റുബേഷൻ ചെയ്യണം. എത്ര വലിയ അപകടം അത്. ഡെയിലി അങ്ങനെ പോകും. അപ്പോൾ ഭാര്യയോടുള്ള താല്പര്യം പോലും കുറയാണ് ഇവന് ഇതൊക്കെ ചെയ്തിട്ട് കിടക്കുള്ളൂ. അപ്പോൾ അത്രമേൽ പോൺ വീഡിയോസൊക്കെ കിടന്നുകൊണ്ട് കാണാം, അങ്ങനെ ഉറങ്ങിപ്പോവുക. അതല്ലാ, ഇത്ര വലിയ അപകടമാണ്. ആ കിടത്തത്തിൽ മരിച്ചാലുള്ള അവസ്ഥ എന്താ മോനെ? നിൻ്റെ അടുത്ത് മുഴുവൻ പിശാചുക്കളല്ലേ. നീ ആ കിടക്കുന്ന കിടത്തം എത്രമേൽ ഹറാമിലുള്ള കിടത്താണ്. അപ്പം തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റ് ഓർക്കുക. ചിലർ തെറ്റിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഉറങ്ങിപ്പോവും. അപ്പോൾ ആ തെറ്റായ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും. അവൻ്റെ ബോധമണ്ഡലം അള്ളാഹുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇപ്പോൾ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ കിടക്കപ്പായിലേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ ശൈത്താനും വരും, മലക്കുകളും വരും. അവൻ ദിക്റൊക്കെ ചൊല്ലാണ്, ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി, ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, സൂറത്തുൽ കാഫിറൂൻ ഓതി, ഇതൊക്കെ ഓതി ശരീരത്ത് തടവുമ്പോൾ പിശാച് അവിടെ നിന്ന് സ്ഥലം വിടും. പിന്നെ ആരുണ്ടാവുള്ളൂ കൂടെ? മലക്കുണ്ടാവുള്ളൂ. ഇനിയല്ല, ദിക്റൊന്നുമില്ല, നേരെ വന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കി കുറേ അനാവശ്യ വീഡിയോസ് കണ്ട് ഹറാമ് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു മലക്കിൻ്റെ വഴിക്ക് പോകും. അവിടെ പിന്നെ ആരുണ്ടാവുള്ളൂ? പിശാച് ഉണ്ടാവുള്ളൂ. ആ പിശാചിൻ്റെ നോട്ടത്തിലായി പിന്നെ ഉറക്കമൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ആ കിടത്തത്തിൽ മരിച്ചാൽ ഞാൻ മരിക്കൂല എന്ന് പറയുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഇങ്ങനെ കിടന്നൊന്നും മരിക്കൂല,
വെറുതെയാണ് മോനെ, വെറുതെയാണ്. അള്ള പിടിച്ചാൽ വല്ല ആസുർ, കാലം തന്നെ സത്യം. അള്ള പിടിച്ചാൽ പിടി അങ്ങനെ തന്നെ കേട്ടോ, വലിയ അപകടമാണിത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കിടക്കാൻ നേരത്തെ എങ്ങനെ കിടക്കണം? തൗബയുടെ മനസ്സോടെ കിടക്കണം. അപ്പോൾ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പോലും വ്യക്തമാണ്, കിടക്കാൻ നേരത്ത് വസിയ്യത്ത് എഴുതി വെച്ചിട്ട് കിടക്കണമെന്നാണ്. നാളെ രാവിലെ ഞാൻ എണീറ്റില്ലെങ്കിൽ എൻ്റെ മക്കൾ തമ്മിൽ തല്ലരുത്, എൻ്റെ കുടുംബം തമ്മിൽ തല്ലരുത്, ഞാൻ മരിച്ചാൽ ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് വേണം കിടക്കാനെന്നാണ്. അത് തലങ്ങണിയുടെ അടിയിൽ വെച്ചിട്ട് കിടക്കണം. അത്രമേൽ സൂക്ഷിച്ച് കിടക്കണം. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തൗബയുടെ മനസ്സോടെ കിടക്കുമ്പോൾ ദിക്റൊക്കെ ചൊല്ലി സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട്, സ്വലാത്ത് വല്ലാത്തൊരു ആയുധമല്ലേ, സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോട്ടെ. ആ കിടത്തത്തിൽ വുളു എടുത്ത് കിടക്കാൻ മറക്കരുത്. ഭാര്യ തൊടൂല, എൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, ഭാര്യ തൊടണമെന്നില്ല. അപ്പോൾ ഉറങ്ങിയാലും ഒതു മുറിയൂലേ. നമ്മളോട് കൽപ്പിച്ചത് ഒതു എടുത്ത് കിടക്കാനാണ്. അങ്ങനെ കിടന്നാൽ മതി, ബാക്കി നമ്മൾ ചികഞ്ഞന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഒതുവെടുത്ത് ദിക്റൊക്കെ ചൊല്ലിയിട്ട് കിടക്കുക. ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും, മാരക രോഗങ്ങളും ഉണ്ടാവും, സമാധാനം ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി നമ്മുടെ വീട്ടിലുണ്ടാവില്ല. ഇപ്പോൾ 5 കാര്യങ്ങൾ ഈ റജബ് മുതൽ ശ്രദ്ധിക്കൂലേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, സൂറത്തുൽ കഹഫിൽ ഒരു നായയുണ്ട് അല്ലേ? അസുഹാബുൽ കഹഫിൻ്റെ പിന്നാലെ ഒരു നായ വന്നപ്പോൾ അവർ പേടിച്ചു, ഇത് രാജാവിൻ്റെ സൈന്യത്തിലുള്ള ഇൻ്റലിജൻസ് വിഭാഗത്തിലെ നായയാണോ എന്ന് പേടിച്ചപ്പോൾ ആ നായനെ ഇവരിങ്ങനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ നായ ഇങ്ങനെ ഖുർത്തുബിയിലൊക്കെ കാണാം, തഫ്സീറിൽ കാണാം, 2 കാലും കുത്തി കൈ കൂപ്പിയിട്ട് പറയുന്നുണ്ട്, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാ, എന്നെ ആട്ടിയോടിക്കല്ലേ, ലാ തത്തുറുദിനി, എന്നെ ആട്ടിയോടിക്കല്ലേ, ഞാൻ അള്ളാൻ്റെ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ നായ പറയണം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ നായ പോലും അള്ളാൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടന്നതുകൊണ്ട് ആ നായക്ക് പോലും സ്വർഗത്തിൽ വലിയ സ്ഥാനമാണെന്നാണ്. ആ നായയുടെ പേരെന്താണെന്നായിരുന്നു? ആ നായയുടെ പേര് ഖിച്ചുമീർ എന്നാണ്, ഖിച്ചുമീർ. ഓക്കെ, ഇനി ഇന്നത്തെ ചോദ്യം, അതേ സൂറത്തുൽ കഹഫിൽ തന്നെ മറ്റൊരു ഭാഗത്ത് മൂസാ നബി അലൈഹി സ്വലാമും മറ്റൊരു മഹാനും ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ മഹാൻ്റെ പിന്നാലെ മൂസാ നബി നടക്കുന്നുണ്ട്. അള്ളാഹിനോട് അനുവാദം ചോദിക്കുകയാണ്, എനിക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റുമോ അല്ലേ? ആ മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. നീ തൃപ്തിപ്പെട്ടതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. ഇതിൻ്റെ മിസ്ല സവാബ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ല. ഈ സദസ്സിലേക്ക് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലേക്ക്, റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും മുറാദുകളെ ഹാസുലാക്കണേ അല്ല. മനപ്രയാസങ്ങൾ നീക്കണേ അല്ല. വേദനകൾ അകറ്റണേ അല്ല. കണ്ണുനീർ തുടയ്ക്കണേ അല്ല. വിവാഹപ്രായം എത്തിയോരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. പലരും ഹോസ്പിറ്റലുകളിലാണ്, മാരക രോഗങ്ങളിലാണ്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ല. പരിശുദ്ധമായ കഅബ ഷരീഫും നിൻ്റെ ഹബീബിൻ്റെ റൗളയും കാണാതെ ഞങ്ങൾ മരിപ്പിക്കല്ലേ അല്ല. നാളെ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.